സാമ്പത്തിക ചൂഷണത്തിൽ AP സമസ്തയെപ്പോലെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ആരാ വേറുള്ളത്? ഞങ്ങൾ അതിലുള്ള കാലത്തല്ലേ 1000 രൂപ വെച്ച് പിരിച്ചത് ഓരോ ആളിൽ നിന്നും. ആ പള്ളി കോഴിക്കോട്ട് ടൗണിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് കാലം എത്രയായി? കൈതപ്പൊയിലുണ്ടാക്കിയ പള്ളി അത് അതിനു മുമ്പ് പ്ലാൻ ചെയ്തെടുത്ത പള്ളിയാണ്. അതൊക്കെ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. സാമ്പത്തിക ചൂഷണത്തിൽ നിങ്ങളെ മറികടക്കാൻ തൽക്കാലം ഇവിടെ ആരുമില്ല. ആരും അഡ്രസ് ഇല്ലാതെ ടെക്സ്റ്റ് എഴുതിയിട്ട് ഞങ്ങളെ മേലിൽ കുതിര കയറാൻ വരണ്ട. ചിലർ പറയാന്ത് ഏടെന്ന് എഴുതിയത് ആരാ, ഏതാ ന്യൂസ്, ഒരു അഡ്രസ്സും ഇല്ല. നമ്മൾ ഉള്ളതുള്ളത് പോലെ പറയുകയാണ്. ഞങ്ങൾ ആദർശപരമായ വിശദീകരണങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് മറുപടി പറയാൻ കഴിയാതെ പോയാൽ പിന്നെ ആരാ എഴുതിയത്, എവിടെന്നാ എഴുതിയത്, ഇത് എവിടുന്നാ വന്നത്, ഒരു തലയും പാലുമില്ല. നിങ്ങളെന്താ പറയണേ? നമ്മുടെ ശൈഖുനയെ സംബന്ധിച്ച് ആർക്കും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ മുങ്ങി നടക്കുകയാണ്. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ 4 മൊയ്ലിയന്മാർ ഇറങ്ങി വന്നാൽ പേടിക്കുന്നവരാണോ അള്ളാഹുവിൻ്റെ ആളുകൾ? സാക്ഷാൽ പുലി വന്നാൽ തന്നെ ഭയപ്പെടാത്തവർ ഡ്യൂപ്ലിക്കേറ്റ് പുലികളെ ഭയപ്പെടുമോ? ചക്ക തിന്നുന്ന പുലിയെ ആര് ഭയപ്പെടാൻ? ശൈഖുനവിടെ ഉണ്ടാകുന്ന എല്ലാ സദസ്സിലുണ്ട്. ഞങ്ങളിവിടെ എല്ലാ ദിവസവും പ്രഭാഷണം നടത്തുന്നുണ്ട്, അധിക ദിവസങ്ങളിൽ. ഇനിയിപ്പോൾ ശൈഖുനെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വെള്ളിയാഴ്ച മറ്റന്നാളെ അസർ മുതൽ നമ്മുടെ സാവിയയിൽ നടക്കുന്നു, അജ്മീർ ഉറൂസ് നടക്കുന്നു, മെഹറാജ് നേർച്ച നടക്കുന്നു. അതുപോലെ തന്നെ ഷാദുലി റാത്തീബ് ആർക്കും വരാം. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? പച്ച നുണ എഴുതി വിട്ടാൽ അതോടെ വിലപ്പോകുമെന്നോ? ആളുകൾ വന്ന് നോക്കട്ടെ. ശൈഖുനയുണ്ടാവും, മഹാനരായ സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളുണ്ടാവും. അവരവരുടെ റൂട്ടിലുണ്ടാവും. അവരിങ്ങളുമായി ബന്ധപ്പെട്ടതല്ല അവരുടെ ജീവിതങ്ങൾ. ഇനി ഞങ്ങളുടെ നയമെന്താ? അണികൾ അങ്കലാപ്പിൽ എന്നാണ് അതിൻ്റെ ഹെഡിങ്. അണികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളാ? മശായിഖിന്റെ അഹ്ലിനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? മശായിഖിന്റെ അഹ്ലിന്റെ സ്വഭാവം എന്താണെന്നറിയൂ? സ്വഹാബത്തിന്റെ സ്വഭാവമാണ്. ബദറിൽ വെച്ച് അൻസാരികളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അൻസാരികളെ, നിങ്ങൾ എന്താണ് പറയുന്നത്? എന്താ നിങ്ങളുടെ അഭിപ്രായം? മദീനത്ത് തിരിച്ചുപോയി മദീനയിൽ നിന്ന് കൂടുതൽ ആളുകളെ എടുത്ത് നമുക്ക് യുദ്ധത്തിന് പോകണോ, അതോ ഇവിടെ നിന്ന് നേരിട്ട് പോകണോ? സഅദ് തങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹബീബായ തങ്ങളെ, ഞങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. ഞങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ മക്കളും മഹനും എല്ലാം അങ്ങയുടേതാണ്. ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് അങ്ങ് എടുക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം, ഞങ്ങൾ എടുക്കുന്നതിനേക്കാൾ. കാരണം ഞങ്ങളുടേത് മുഴുവനും അങ്ങയുടേതാണ്. ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചതാണ്. ഫിദാക യാ റസൂലല്ലാഹ്. ഇത് പഠിപ്പിച്ച സ്വഹാബത്തിന്റെ പിൻഗാമികളായ മശായിഖിന്റെ അഹ്ല് അവരുടേതെല്ലാം മശായിഖുമാരുടേതാണ്. അതിനെ അളന്നു നോക്കാൻ ഒരു പുത്തൻവാദിയും വരേണ്ടതില്ല. മശായിഖ് അങ്ങനെ ചൂഷണം ചെയ്യുന്നവരല്ല. അവര് പറയും പള്ളി ഉണ്ടാക്കണം, പൈസ കൊടുക്കൂ, ദീനീ പ്രബോധനം നടത്തണം, പിരിവെടുക്കൂ. കൃത്യമായി അത് അതിൻ്റെ വഴിയിൽ ചെലവഴിക്കും. നിങ്ങളെ ഓരോ യൂണിറ്റ് മുതൽ സാമ്പത്തിക ചൂഷണത്തിന്റെ കണക്ക് ഞങ്ങൾ എടുത്താൽ എങ്ങനെ ഉണ്ടാവും? കാണാമറിയത്തല്ല, നിങ്ങളൊക്കെ ഉൾക്കടലിൽ പോയി മരിക്കേണ്ടി വരും അല്ലേ? പോകട്ടെ, പള്ളിയുടെ സ്വത്ത് കട്ടതത്രേ. കുന്നുംപുറത്ത് കട്ടത് 6 ഏക്കർ, നാദാപുരം പള്ളിയുടേത് 35 സെന്റ്. ഇങ്ങനെ ഞങ്ങൾ എണ്ണിയാൽ പള്ളിയുടെ സ്വത്ത് കട്ട നിങ്ങളെ മുശാവറ നേതാക്കൾ എത്രയുണ്ട്? ആരെയാണ് നിങ്ങളിതൊക്കെ പഠിപ്പിക്കുന്നത്?